മിഷണറി ഇൻ്റർവെൻഷൻസ് ഇൻ കേരളയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മിഷണറി ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് പീപ്പിൾ അല്ലെങ്കിൽ മിഷണറീസ് ഒരു പ്ലേസിൽ വന്നിട്ട് അവരുടെ റിലീജിയനും അവരുടെ ഐഡിയോളജീസും ചില സോഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസിലൂടെ അവർ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നതിനാണ് നമ്മൾ മിഷണറി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രിസ്ത്യൻ മിഷണറി ഇൻ്റർവെൻഷനെ കുറിച്ചാണ്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി കേരളത്തിൽ ഫസ്റ്റ് കൊണ്ടുവന്നത് സെൻറ്റ് തോമസ് ദി അപ്പോസ്റ്റൽ ആയിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മിഷണറി എഫേർട്ട് വരുന്നത് 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് മിഷണറി വന്നതിന് ശേഷമാണ്. ആൻഡ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും കൊളോണിയൽ പീരീഡിൽ പ്രൊട്ടസ്റ്റന്റ് മിഷണറീസ് വരികയും ക്രിസ്ത്യാനിറ്റി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ക്രിസ്ത്യൻ മിഷണറീസ് വലിയൊരു പ്രൊഫൗണ്ട് ഇമ്പാക്റ്റ് ആണ് സോഷ്യലി ആൻഡ് കൾച്ചറലി ഉണ്ടാക്കിയിട്ടുള്ളത്. 52 CE സെൻറ്റ് തോമസ് ദി അപ്പോസ്റ്റൽ കേരളത്തിൽ വരികയും ഇവിടെയുള്ള ലോക്കൽ ഹിന്ദുസിനെ ഇൻക്ലൂഡിങ് അപ്പർ ക്ലാസ് നമ്പൂതിരി ബ്രാഹ്മൺസിനെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹി ഓൾസോ എസ്റ്റാബ്ലിഷ് 7 churches and 1 chapel. കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട് ചേർച്ചസും ചാപ്പൽസും ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഏർലി ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യൻസിനെ സിറിയൻ ക്രിസ്ത്യൻസ് എന്നാണ് റെഫർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് നസ്രാനീസ്, ദ ഫോളോവേഴ്സ് ഓഫ് ജീസസ് ഓഫ് നസ്രി എന്ന് പറയുന്ന പ്ലേസിൽ ജീസസിന്റെ ഫോളോവേഴ്സിനെയാണ് നസ്രാനീസ് എന്ന് പറയുന്നത്. ആൻഡ് സെന്റ് തോമസ് ക്രിസ്ത്യൻസ്, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ഇനീഷ്യൽ ഗ്രൂപ്പ് ഓഫ് ക്രിസ്ത്യൻസിനെ അറിയപ്പെടുന്നത്. ആൻഡ് ഇവരുടെ ഫോം ഓഫ് വേർഷിപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റേൺ ക്രിസ്ത്യൻ ട്രഡീഷനും ഇന്ത്യൻ എലമെന്റ്സും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇവരിവിടെ കേരളത്തിന്റെ കാസ്റ്റ് സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ആവുകയും അവരുടേതായിട്ടുള്ള ഒരു റിലീജിയസ് ഐഡന്റിറ്റി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ ദേ സ്റ്റാർട്ടഡ് ടു ഫോളോ ദ ലോക്കൽ കസ്റ്റംസ്. കേരളത്തിന്റെ ഫുഡ് ആയാലും ഡ്രസ് ആയാലും ആർക്കിടെക്ചർ ഒക്കെ അവർ ലോക്കൽ കസ്റ്റംസ് ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് വന്നപ്പോൾ ഒരു ന്യൂ വേവ് ഓഫ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ആണ് കേരളത്തിൽ ഉണ്ടായത്. അവരാണ് വെസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബിഗിനിങ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നത്. അവർ വന്നിട്ട് പോർച്ചുഗീസ് മിഷണറീസ് വന്നിട്ട് ക്രിസ്ത്യൻ ഇവിടെ ഉണ്ടായിരുന്ന സെന്റ് തോമസ് ക്രിസ്ത്യൻസിനെ ഫോക്കസ് ചെയ്ത് അവരെ എന്ത് ചെയ്തു, കത്തോളിക് ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരാൻ, അവരെ ബാപ്റ്റൈസ് ഒക്കെ ചെയ്ത് അവരെ ഒരു കത്തോളിക് ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരാനാണ് നോക്കിയത്. ആൻഡ് മറ്റ് മിഷണറീസും വന്നിട്ടുണ്ടായിരുന്നു, ഫ്രാൻസിഷ്യൻസ് ആൻഡ് ജെസ്യൂട്ട്സ്. ഇവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയെ ലാറ്റിനൈസ് ചെയ്യാന്നുള്ളതായിരുന്നു. ആൻഡ് ദേ ഓൾസോ ബിൽഡ് ചർച്ചസ്, സെമിനാരീസ് ആൻഡ് എൻകറേജ് ലാറ്റിനൈസ്ഡ് റിച്വൽസ്. പിന്നെ 19th സെഞ്ച്വറിയിലാണ് ബ്രിട്ടീഷ് മിഷണറീസ് വരികയും അവർ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു ക്രിസ്ത്യാനിറ്റിയെ. അവർ ന്യൂ മിഷണറി ആക്ടിവിറ്റീസും ഗ്രൂപ്പ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ലൈക്ക് ചർച്ച് മിഷണറി സൊസൈറ്റി CMS ആൻഡ് ലണ്ടൻ മിഷണറി സൊസൈറ്റി LMS. ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ക്രിസ്ത്യാനിറ്റിയുടെ സ്പ്രെഡിങ്ങും സ്കൂൾസ്, ഹോസ്പിറ്റൽ ആൻഡ് മറ്റ് സോഷ്യൽ റിഫോംസിലുമാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. ക്രിസ്ത്യൻ മിഷണറീസിന്റെ മെയിൻ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ അവർ മോഡേൺ എഡ്യൂക്കേഷന് ഒരു ഫൗണ്ടേഷൻ കേരളത്തിലിട്ടു. ആൻഡ് ഓൾസോ സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് കോളേജസ്. അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യും, അവർ എഡ്യൂക്കേഷനിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ദേ ഓൾസോ എൻകറേജ് ഫീമെയിൽ എഡ്യൂക്കേഷൻ. പിന്നെ ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ പ്രാക്ടീസ്, പബ്ലിക് ഹെൽത്തിന് കുറെ കൂടെ ഫോക്കസ് ചെയ്തിട്ട് അവർ വെസ്റ്റേൺ മെഡിക്കൽ പ്രാക്ടീസസ് ഒക്കെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ വെസ്റ്റേൺ ഐഡിയാസ് ലൈക്ക് ഡെമോക്രസി, ലിബർട്ടി, സോഷ്യൽ ഇൻജസ്റ്റിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യൻ മിഷണറീസിലൂടെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഇൻ്റർവെൻഷൻ ആണ്. അപ്പം മുസ്ലിം റിലീജിയൻ ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഇത് വൈഡ് സ്പ്രെഡ് ആവുന്നതിന് ഒരുപാട് മുന്നേ തന്നെ കേരളത്തിൽ എത്തുന്നുണ്ട്. ആൻഡ് മെയിനായിട്ട് ഇത് കേരളത്തിൽ എത്തുന്നത് അറബ് ട്രേഡേഴ്സിലൂടെയാണ്. അപ്പോൾ ഈ അറബ് ട്രേഡേഴ്സിന് ചേര പോർട്സ് ലൈക്ക് മുസിറീസ്, ബെയ്പൂർ, പൊന്നാനി ഇങ്ങനെയുള്ള ട്രേഡ് പോർട്സുമായിട്ട് നല്ലൊരു സ്ട്രോങ് റിലേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഈ ട്രേഡേഴ്സ് ഇവിടെ കോസ്റ്റിൽ വന്ന് സെറ്റിൽ ചെയ്യും, ഇവിടെയുള്ള ലോക്കൽ വിമനെ മാരി ചെയ്യുകയും ഇവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ലെജൻഡ് ഉണ്ട് ബേസ്ഡ് ഓൺ ചേരമൻ പെരുമാൾ, ദ ലാസ്റ്റ് ചേരാക്കി. അതായത് ദ ലാസ്റ്റ് ചേരാക്കി ചേരമൻ പെരുമാൾ ഇസ്ലാമിലോട്ട് കൺവേർട്ട് ആവുകയും മെക്കയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ബിലീഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഹി വാസ് ദ വൺ ഹു ബിൽഡ് ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ മോസ്ക് ബിൽഡ് ചെയ്യുന്നത് ചേരമൻ പെരുമാളാണ് അറ്റ് കൊടുങ്ങല്ലൂർ. ഇസ്ലാമിക് ഇൻ്റർവെൻഷൻസ് ഒക്കെ കോൺട്രിബ്യൂഷൻസ് നോക്കുകയാണെങ്കിൽ മെയിൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കേരളാസ് പ്ലൂറലിസ്റ്റിക് കൾച്ചറിനോട്ടാണ്. അതായത് ഇവിടുത്തെ ആർക്കിടെക്ചർ, ലാംഗ്വേജ്, ഫുഡ്, ഡ്രസ്സിങ്ങിലെല്ലാം ഒരു ഇൻഫ്ലുവൻസ് ഇസ്ലാമിക് ഇൻ്റർവെൻഷൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അറബിക് ആൻഡ് മലയാളിക് ട്രഡീഷൻസ് ബ്ലെൻഡ് ആവുകയും ഒരു യുണീക്ക് കൾച്ചറൽ ഗ്രൂപ്പ്, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മാപ്പിള കമ്മ്യൂണിറ്റി ഫോം ചെയ്തു. ദെൻ അറബിക് ആൻഡ് ഇസ്ലാമിക് ലേണിംഗ് സെൻറ്റേഴ്സ് ലൈക്ക് മദ്രസ, മോസ്ക് ബേസ്ഡ് സ്കൂൾസ് ഇതെല്ലാം ഡെവലപ്പായി. ദെൻ അറബിക് മലയാളം സ്ക്രിപ്റ്റ് ഇവോൾവ് ചെയ്യും. അതൊരുപാട് റിലീജിയസ് ആൻഡ് ലിറ്റററി എക്സ്പ്രഷൻസിനുള്ളൊരു ഫോമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് മാപ്പിള പാട്ടുകളും അതുപോലെ ഇന്ത്യ ഫെയ്ത്ത് ഷ്രൈൻസ് എന്നൊക്കെ പറയുന്നത്.